Namaskaram, dear students. In today's class, we will discuss the third application of Gauss's law, which happens to be the last part of this chapter as well. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് അപ്ലിക്കേഷനും സെക്കൻഡ് അപ്ലിക്കേഷനും നമ്മൾ കണ്ടു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് ചാർജ് ആയിരുന്നു ഫസ്റ്റ് അപ്ലിക്കേഷൻ എങ്കിൽ സെക്കൻഡ് അപ്ലിക്കേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ആദ്യത്തേതൊരു 1 ഡയമെൻഷണൽ കേസായിരുന്നു, രണ്ടാമത്തേതൊരു 2 ഡയമെൻഷണൽ കേസായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഗോസസ് ലോ ഉപയോഗിച്ച് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ബോഡി ക്യാരിയിങ് ചാർജ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു മെറ്റാലിക് സ്ഫിയർ ഇമാജിൻ ചെയ്യും. മെറ്റാലിക് സ്ഫിയർ കണ്ടക്റ്റിംഗ് ബോഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കാലിയാണ്, സോളിഡ് അല്ല, ഉൾവശത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെറ്റാലിക് സ്ഫിയറിൻ്റെ സർഫസിലായിട്ട് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യാം. എല്ലാ ഭാഗത്തും ഈക്വൽ എമൗണ്ട് ചാർജാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഭാഗത്ത് കൂടുതലെന്നോ മറ്റൊരു ഭാഗത്ത് കുറവോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ദ സർഫസ് ഓഫ് ദിസ് സ്ഫിയർ. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കും. സ്ഫിയറിൻ്റെ സെൻറ്റർ O ആണ്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും സ്മോൾ ആർ ദൂരെ കിടക്കുന്ന ഒരു പോയിന്റാണ് പി എന്ന് വിചാരിക്കുക. പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് ഗോസസ് ലോ ഉപയോഗിച്ചിട്ട്. പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ വി നീഡ് എ ഗോസിയൻ സർഫസ്. അപ്പോൾ ഈ കേസിൽ ഗോസിയൻ സർഫസ് ഒരു കോൺസെൻട്രിക് സ്ഫിയറിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. വാട്ട് ഈസ് എ കോൺസെൻട്രിക് സ്ഫിയർ ഓർ വാട്ട് ആർ കോൺസെൻട്രിക് സ്ഫിയേഴ്സ്? ഒരേ സെന്റർ ഷെയർ ചെയ്യുന്ന സ്ഫിയറുകളെയാണ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു പുതിയ സിലിണ്ടർ കിട്ടി, വിച്ച് ഷെയർസ് ഇറ്റ്സ് സെന്റർ വിത്ത് ദ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഈ ഉൾവശം കാലിയായിരിക്കുന്ന സ്ഫിയറിനെ നമ്മൾ സ്ഫെറിക്കൽ ഷെൽ എന്ന് കൂടി പറയും. പോയിന്റ് പി ഈ ഗോസിയൻ സർഫസിന്റെ മുകളിലത്തെ ഉപരിതലത്തിലെ ഒരു പോയിന്റ് ആകത്തക്ക വിധത്തിലാണ് ഗോസിയൻ സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പോയിന്റ് പിക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ ഏരിയ, അതായത് ഈ ഗോസിയൻ സർഫസ് ഈ വലിയ സ്ഫിയറിന്റെ ഉപരിതലത്തിൽ പോയിന്റ് പിക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ ഏരിയയാണ് ഈ ഷെയ്ഡിൽ വെച്ചിരിക്കുന്ന ഏരിയ. ആ ഏരിയയുടെ വാല്യൂ ds ആണെന്ന് വിചാരിക്കുക. ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഏത് ദിശയിലാണ് ഏരിയ ആയിട്ട് ചെയ്യുന്നത്? ഏത് സർഫസിന്റെ ഏരിയ വെക്ടറാണ് നമ്മൾ വരയ്ക്കേണ്ടത്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കുള്ള ദിശയിലാണ് ഏരിയ വെക്ടർ ആക്ട് ചെയ്യുക. സോ ds എന്ന് പറയുന്ന ഈ ചെറിയ ഏരിയയുടെ ദിശ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇനി പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഈ സ്ഫെറിക്കൽ ഷെൽ സ്ഫിയറിലെ സർഫസിലെ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ഫിയറിലെ സർഫസിലെ ചാർജ് പോസിറ്റീവാണ്. പോസിറ്റീവ് ചാർജ് കാരണം ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ പോസിറ്റീവ് ചാർജുകളിൽ നിന്നും അകലേക്കായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ ഈ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജും ഈ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജും പോയിന്റ് പിയിൽ നിന്നും തുല്യ അകലത്തിൽ കിടക്കുന്ന 2 പോയിന്റുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇയാൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വരും. ഇയാൾ കാരണമുള്ള പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ, ഇയാൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ ഇയാളിൽ നിന്ന് അകലേക്കായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അതേപോലെ ഈ ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ദിശ ഇങ്ങനെ ഇങ്ങോട്ടും വരും. 2 ചാർജുകളും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ളവയാണ്. 2 പേരും പോയിന്റ് പിയിൽ നിന്ന് തുല്യ അകലത്തിൽ കിടക്കുന്നവയാണ്. അതുകൊണ്ട് ഈ 2 വെക്ടറുകളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ഏത് ദിശയിലാണ് വരിക? നേരത്തെ വരച്ച dsന്റെ അതേ ദിശയിൽ തന്നെ വരും. ഓക്കെ. അതേപോലെ അടുത്ത 2 ചാർജുകൾ എടുക്കുക. ഈ ചാർജും എടുക്കുക. ഇവർ 2 പേരും പോയിന്റ് പിയിൽ നിന്ന് തുല്യ ദൂരത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇയാൾ കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ
അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഇയാൾ കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനും ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് വരച്ചു നോക്കാം. ഈ പോസിറ്റീവ് ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ പോസിറ്റീവ് ചാർജിൽ നിന്നും അകലേക്കായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഈ പോസിറ്റീവ് ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇയാളിൽ നിന്നും അകലേക്കായിട്ട് ഇങ്ങനെ വരും. ഇനി ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും ദിശ, റിസൾട്ടന്റിന്റെ ദിശ അവയ്ക്കിടയിലുള്ള ഈ ദിശയിൽ കൂടെ തന്നെ വരും. അതായത് ഡി എസിന്റെ അതേ ദിശയിൽ വരും. ഇതേപോലെ ബാക്കി ചാർജുകൾ ഇങ്ങനെ പെയറുകളായിട്ട് ഇതും പെയറായിട്ട് എടുത്ത പോലെ ഇതും പെയറായിട്ട് എടുത്ത പോലെ ബാക്കി ചാർജുകളെ നമുക്ക് പെയറുകളായിട്ട് എടുക്കാൻ പറ്റും. പോയിന്റ് പിയിൽ നിന്ന് തുല്യ ദൂരത്തിലുള്ള പെയറുകളായിട്ട് എടുക്കാൻ പറ്റും. അവ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് റിസൾട്ടന്റ് ഫീൽഡിന്റെ ദിശ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ റിസൾട്ടന്റ് ഫീൽഡുകളും വെക്ടർ ഡി എസിന്റെ ദിശയിൽ തന്നെ ആക്ട് ചെയ്യുന്നതായിട്ടാണ് കിട്ടുക. വിച്ച് മീൻസ് ദാറ്റ് പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് പിയിലുള്ള വെക്ടർ ഡി എസിന്റെ അതേ ദിശയിൽ തന്നെയാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊന്ന് നീട്ടി വരയ്ക്കുന്നത് പോയിന്റ് പിയിലുള്ള ഡി എസ് ആണ് ഈ വരച്ചിരിക്കുന്നത്, വെക്ടർ ഡി എസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതേ ദിശയിൽ തന്നെ ഉള്ള ഒരു വെക്ടറാണ്. ദിസ് ഈസ് വെക്ടർ ഇ. ഇതേ രൂപത്തിൽ ഗോസിയൻ സർഫസിന്റെ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഗോസിയൻ സർഫസിന്റെ ഉപരിതലത്തിലുള്ള വേറെ ഏത് ഡി എസ് എടുത്താലും, ഇപ്പൊ നമ്മൾ വേറൊരു ഏരിയ എലിമെന്റ് ഇവിടെ എടുത്തു വിചാരിക്കാം. ഈ ഏരിയ എലിമെന്റ് ഡി എസ് ഡാഷ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എലിമെന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതേ ദിശയിൽ പുറത്തേക്ക് വരും. ഇതേപോലത്തെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡി എസ് ഡാഷിലെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഡാഷ് ആണെങ്കിൽ ആ ഇ ഡാഷും ഡി എസ് ഡാഷും ഒരേ ദിശയിൽ വരും. നമ്മളിനി വേറൊരു സ്ഥലത്ത് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ ഗോസിയൻ സർഫസിന്റെ ഇവിടെ നമ്മൾ പുതിയൊരു ഡി എസ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ ഏരിയ എലിമെന്റ് വരച്ചു കഴിഞ്ഞാൽ അത് നോർമലി പുറത്തേക്കുള്ള എലിമെന്റ് ആണ്, വെക്ടർ ആണ് ഡി എസ് ഡബിൾ ഡാഷ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശയും ഡി എസ് ഡബിൾ ഡാഷിന്റെ അതേ ദിശയിൽ തന്നെ വരും. സോ വെക്ടർ ഇ ഡബിൾ ഡാഷ് അതേ ദിശയിൽ തന്നെ വരും. നമ്മളിനി ഈ ക്ലോസ്ഡ് സർഫസിൽ ഗോസിയൻ സർഫസിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കാൻ പോവാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് that is equal to closed integral magnitude of vector E into magnitude of vector ds into cosine of the angle between vector E and vector ds. വെക്ടർ ഇക്കും വെക്ടർ ഡി എസിന്റെയും ഇടയിലുള്ള ആംഗിളിന്റെ കൊസൈൻ. ആ ആംഗിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കോസ് 0 is equal to 1. കോസ് 0യുടെ വാല്യൂ 1 ആണ്. And therefore closed integral E dot ds is equal to closed integral magnitude of E into magnitude of ds into 1. ഇനി എന്താണ് ഈ ക്ലോസ്ഡ് ഇന്റഗ്രലിന്റെ അർത്ഥം? അതൊരു സമ്മേഷൻ ആണ്. ഈ ക്ലോസ്ഡ് സ്ഫെറിക്കൽ സർഫസ് ഗോസിയൻ സർഫസിന്റെ മുകളിൽ എത്ര ഇ ഡോട്ട് ഡി എസുകളുണ്ടോ അവയെല്ലാം തമ്മിൽ കൂട്ടുക എന്നാണ് അർത്ഥം. അങ്ങനത്തെ 3 ഡി എസുകൾ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. 3 എണ്ണം അല്ല ഉള്ളത്, കുറെ എണ്ണം ഉണ്ട്. അവയിൽ ഓരോന്നിലുമുള്ള ഓരോ ഡി എസിലുമുള്ള ഇ ഡോട്ട് ഡി എസുകൾ കണ്ടുപിടിക്കുകയും അവയെല്ലാം കൂടെ കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന ഇഫക്റ്റ് ആണ് ഈ ഇന്റഗ്രേഷൻ നടത്തിയാൽ കിട്ടുക. അപ്പം ഏത് ഡി എസ് എടുത്താലും ഈ ഡി എസ് എടുത്താലും ഈ ഡി എസ് എടുത്താലും ഈ ഡി എസ് എടുത്താലും അവിടെയൊക്കെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ഈ ഇന്റഗ്രൽ സൈനിന്റെ പുറത്തേക്ക് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എടുക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ ഇ എന്നും ഇവിടുത്തെ തന്നെ ഈ വെക്ടർ ഇ ഡാഷ് എന്നും ഇവിടുത്തെ തന്നെ വെക്ടർ ഇ ഡബിൾ ഡാഷും എന്നും ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സംശയം തോന്നിയേക്കാം, അവ വ്യത്യസ്തമായതുകൊണ്ടല്ലേ അങ്ങനെ അടയാളപ്പെടുത്തിയത്? വ്യത്യസ്തമാണ്, പക്ഷെ ദിശയിലെ വ്യത്യാസമുള്ളൂ. വെക്ടർ ഇ ഇങ്ങോട്ടാണ്, വെക്ടർ ഇ ഡാഷ് ഇങ്ങോട്ടാണ്, വെക്ടർ ഇ ഡബിൾ ഡാഷ് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഒന്നിനെ വെക്ടർ ഇ എന്ന് എടുത്തപ്പോൾ മറ്റേനെ വ്യത്യസ്തമായൊരു പേര്, മൂന്നാമത്തിന് വേറൊരു പേരും കൊടുത്തത്. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി നമുക്കിവിടെ. മാഗ്നിറ്റ്യൂഡുകൾ വെക്ടർ ഇ ഡാഷിന്റെ ഇയുടെ മാഗ്നിറ്റ്യൂഡായാലും വെക്ടർ ഇ ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡായാലും വെക്ടർ ഇ ഡബിൾ ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡായാലും ഇനി വേറെ ഏതെങ്കിലും പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലും സെയിം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ഈ സർഫസും ഈ കാണിച്ചിരിക്കുന്ന ഡി എസ് എന്ന് പറയുന്ന ഏരിയ എലിമെന്റും ഇയാളും ഒക്കെ ഈ സ്പെറിക്കൽ ചാർജ്ഡ് സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും ഒരേ ദൂരത്ത് കിടക്കുന്ന പോയിന്റുകളാണ്. ഇതാണ് നമ്മുടെ സ്പെറിക്കൽ ചാർജ്, ഉള്ളിൽ കിടക്കുന്ന സ്ഫിയർ. ഇതും നമ്മൾ കോൺസെൻട്രിക് അല്ലാത്തൊരു ഗോസിയൻ സർഫസുമായിരുന്നു എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുതലും ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറവും വരുമായിരുന്നു. കാരണം സ്ഫിയറിൽ നിന്നും തുല്യ ദൂരങ്ങളിലല്ല ഈ രണ്ട് പോയിന്റുകൾ കിടക്കുന്നത്. എന്നാൽ
ഈ കേസിലാവട്ടെ ഈ പോയിന്റ് ഈ ഡി എസ് സ്ഫിയറിൽ നിന്നും എത്ര ദൂരെയാണ് കിടക്കുന്നത്, അതേ ദൂരത്തിലാണ് ഈ ഡി എസ് കിടക്കുന്നത്, അതേ ദൂരത്തിലാണ് ഈ ഏരിയ എലിമെന്റ് കിടക്കുന്നത്. അതുകൊണ്ട് തുല്യ ദൂരത്തിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളിലെല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആയിരിക്കും. അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്. വാട്ട് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ്? ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫെറിക്കൽ സർഫസ്, നമ്മുടെ ഗോസിയൻ സർഫസിന്റെ മുകളിലത്തെ R റേഡിയസ് ഉള്ള ലാർജർ സ്ഫിയറിന്റെ സർഫസിലെ ഒരു ചെറിയ ഏരിയ എലിമെന്റ് ആണ് ഡി എസ്. അങ്ങനെയുള്ള എല്ലാ ഏരിയ എലിമെന്റുകളുടെയും കൂടെ സമ്മാണ് ഈ ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുക. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുക. എന്താണ് സ്ഫെറിക്കൽ സർഫസിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സ്ഫെറിക്കൽ സർഫസിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എസ് is equal to ds ന്റെ മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. ക്ലോസ്ഡ് ഇന്റഗ്രൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ds is equal to 4 pi r square. ക്ലോസ്ഡ് ഇന്റഗ്രൽ e dot ds എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി മാറി? ക്ലോസ്ഡ് ഇന്റഗ്രൽ e dot ds is equal to, therefore ക്ലോസ്ഡ് ഇന്റഗ്രൽ e dot ds is equal to magnitude of e into 4 pi. ഈ ഇതിന് പകരം 4 pi r square കൊടുക്കുക into 4 pi r square. നമ്മളതൊന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് മുകളിലേക്ക് എടുത്ത് എഴുതാണ്. So we get the value of closed integral E dot ds. Closed integral E dot ds is equal to magnitude of E, where magnitude of E is electric field at point P, into 4 pi small r square. Suppose that it is equation number 1. Now suppose that the charge on the entire surface of the sphere is capital Q. ഈ മെറ്റാലിക് സ്ഫിയറിന്റെ കണ്ടക്റ്റിംഗ് സ്ഫിയറിന്റെ മുകളിലത്തെ ചാർജുകൾ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ കൂളുമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ക്യാപിറ്റൽ ക്യൂ കൂളും. എത്ര ഏരിയയിലുള്ള ചാർജാണ് ക്യാപിറ്റൽ ക്യൂ കൂളും? ഈ ഇന്നർ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയുണ്ടോ അത്രയും ഏരിയയിലുള്ള ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. എന്താണ് ഇന്നർ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 4 pi capital R square. 4 pi capital R square, where capital R is the radius of the inner sphere. അപ്പം ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4 pi r സ്ക്വയർഡ് ആണ്. 4 pi r സ്ക്വയർഡ് ഏരിയയിൽ ക്യാപിറ്റൽ ഇത്രയും മീറ്റർ സ്ക്വയർ, 4 pi r സ്ക്വയർഡ് മീറ്റർ സ്ക്വയർഡ് വരും. ഇത്രയും ഏരിയയിലെ ചാർജ് ക്യൂ കൂടുമാണെങ്കിൽ ഈ ഇന്നർ സ്ഫിയറിലെ സർഫസിലെ യൂണിറ്റ് ഏരിയയിൽ 1 മീറ്റർ സ്ക്വയർഡിൽ എത്ര ചാർജ് ഉണ്ടാവും? ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ 4 pi r സ്ക്വയർഡ് ചാർജ്. ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ 4 pi r സ്ക്വയർ. ഈ ക്വാണ്ടിറ്റിയാണ് സിഗ്മ എന്ന ലെറ്റർ ഉപയോഗിച്ച് റിപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് കോൾഡ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസിലെ യൂണിറ്റ് ഏരിയയിലെ ചാർജ് എന്നാണ് ആ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഫിസിക്കൽ മീനിങ്. സർഫസ് ചാർജ് ഡെൻസിറ്റി യൂണിറ്റ് ഈസ് കൂളും പെർ മീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് ഇനി പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി അറിഞ്ഞിരിക്കണം. ഈ സ്ഫിയറിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് സിഗ്മ കൂളും പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്കറിയാം. നമ്മളിനി കൂളുംസ് ലോ ഇപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ലാർജർ സ്ഫിയറിന്റെ സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതേ നെറ്റ് ഫ്ലക്സ് ഗോസസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും അറിയാം. ഗോസസ് ലോ അനുസരിച്ച് നെറ്റ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ, വേർ ക്യൂ ഈസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള മൊത്തം ചാർജാണ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്. ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ ലാർജർ സ്ഫിയർ ആണ് ഗോസിയൻ സർഫസ്. അതിന്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട്? ഈ ഇന്നർ സ്ഫിയറിന്റെ മുകളിലത്തെ മുഴുവൻ ചാർജും ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ വരുന്ന ചാർജാണ്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ക്യൂ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓൺ ദ ഇന്നർ സ്ഫിയർ. ഇന്നർ സ്ഫിയറിന്റെ മുകളിലത്തെ മുഴുവൻ ചാർജും വരും. എത്രയാണ്? നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിഗ്മയുടെ വാല്യൂ അറിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. യൂണിറ്റ് ഏരിയയിൽ 1 മീറ്റർ സ്ക്വയർ, ഈ സ്മോളർ സ്ഫിയറിലെ 1 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള ചാർജാണ് സിഗ്മ കൂളും പെർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ സ്ഫിയറിന്റെ മുഴുവൻ സർഫസ് ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടാവും? അതിന് ഇന്നർ സ്ഫിയറിന്റെ മുഴുവൻ സർഫസ് ഏരിയ അറിയണം. ഇന്നർ സ്ഫിയറിന്റെ മുഴുവൻ സർഫസ് ഏരിയയും 4 pi r സ്ക്വയർ ആണ്. 4 pi r സ്ക്വയർഡ് മീറ്റർ സ്ക്വയറിന് മുകളിൽ അപ്പോൾ എത്ര ചാർജ് ഉണ്ടാവും? സിഗ്മ ഇൻറ്റു 4 pi r സ്ക്വയർഡ് കൂൾ. ഇത്രയും ചാർജ് ഉണ്ടാവും ഇന്നർ സ്ഫിയറിന്റെ സർഫസിന്റെ മുകളിൽ. അപ്പം ഇന്നർ സ്ഫിയറിന്റെ മുകളിലത്തെ ചാർജ് ആയ സിഗ്മ ഇൻറ്റു 4 pi r സ്ക്വയർഡ് മുഴുവനായിട്ടും ഈ ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ വരുന്ന ചാർജാണ്.
അതുകൊണ്ട് ഈ ഇക്വേഷനിൽ നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore ക്ലോസ്ഡ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂവിന് പകരം ഇത് കൊടുക്കുക സിഗ്മ ഇൻറ്റു 4π r സ്ക്വയേർഡ് സിഗ്മ ഇൻറ്റു 4π r സ്ക്വയേർഡ് ക്യൂവിന് പകരം കൊടുത്തു ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. Now suppose that this is equation number 2. ഇപ്പോൾ നമുക്ക് കിട്ടിയ equation number 2 ആണ് എന്ന് വിചാരിക്കാം. equation number 1ൻ്റെയും equation number 2ൻ്റെയും LHS സെയിം ആണ്. ഒന്ന് ഇന്റഗ്രൽ മെത്തേഡ് ഉപയോഗിച്ച് ഫ്ലക്സ് കണ്ടുപിടിച്ചു, മറ്റേത് ഗോസസ് ലോ ഉപയോഗിച്ച് ഫ്ലക്സ് കണ്ടുപിടിച്ചു. Now the comparison between equation 1 and 2 suggests that the LHS are equal. രണ്ട് ആൾക്കാരുടെയും LHSകൾ ഈക്വൽ ആണ്. Therefore magnitude of E into 4π into small r squared is equal to sigma into 4π into capital R squared divided by epsilon 0. Capital R squared by epsilon 0. ഇനി ശ്രദ്ധിക്കുക. Therefore magnitude of E is equal to ഈ 4π r squared താഴേക്ക് ഇപ്പുറത്തേക്ക് പോരും. സോ നമ്മൾ ഇനി ഇങ്ങനെ എഴുതാം 1/4π. ഈ എപ്സിലോൺ 0നെ ആദ്യം എഴുതാം. 1/4π ആണ് എഴുതിയിരിക്കുന്നത്. ഈ എപ്സിലോൺ 0 ആണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബാക്കിയുള്ള എഴുതാൻ ആരെയും ബാക്കിയുള്ളത് r സ്ക്വയറിന് എഴുതാൻ ബാക്കിയുണ്ട്. അത് നമുക്ക് എഴുതാം. ബാക്കി ഇതിൻ്റെ മുകളിൽ എഴുതാം സിഗ്മ ഇൻറ്റു 4π ഇൻറ്റു capital R squared by small r squared. Now what is sigma into 4π into capital R squared? Sigma is the charge per unit area on the inner sphere. 4π into capital R squared is its total surface area. യൂണിറ്റ് ഏരിയയിലെ ചാർജ് ഉണ്ട് ടോട്ടൽ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ചാർജ് കിട്ടും. അതായത് ഇന്നർ സ്ഫിയറിലെ മൊത്തം ചാർജ് കിട്ടും. നമ്മളതിനെ നേരത്തെ റിപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ക്യൂ എന്നാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് at point P has a magnitude given by magnitude of E equal to 1/4π epsilon 0 into capital Q divided by R square. So this is the final equation used to calculate electric field at a point P which is at a distance small r from the center of a spherical charged conducting shell. ന്റെ സെൻട്രൽ നിന്നും സ്മോൾ ആർ ദൂരെ കിടക്കുന്ന ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് മുമ്പ് കണ്ട് പരിചയമുള്ള ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫിയറിന്റെ സർഫസിലുള്ള മുഴുവൻ ചാർജുകളും കൂട്ടിയാൽ കിട്ടുന്നതാണ്. ആ ചാർജുകൾ എല്ലാം കൂടെ ഒരു പോയിന്റിലല്ല കിടക്കുന്നത്, സർഫസ് ഓഫ് ദ സ്ഫിയറിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ മൊത്തം കൂട്ടിയാൽ കിട്ടുന്ന ചാർജ് എത്രയാണോ അത്രയും ചാർജ് ഉള്ള ഒരു പോയിന്റ് ചാർജ് എന്നുവെച്ചാൽ ഒരു ചെറിയ ബോഡിക്ക് ക്യാപിറ്റൽ ക്യൂ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഈ ഷെല്ലിന്റെ മുകളിലത്തെ എല്ലാ ചാർജുകളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ക്യൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു സിംഗിൾ ബോഡിക്ക് ചെറിയൊരു പോയിന്റ് ഒബ്ജക്റ്റിന് ക്യാപിറ്റൽ ക്യൂ കൂളും ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ സിംഗിൾ ബോഡിയിൽ നിന്നും 6 മീറ്റർ ദൂരെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് P ഡാഷ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡാഷ്? ഈ P ഡാഷ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് E ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് E ഈക്വൽ ടു 1/4π epsilon 0 into ഈ Q divided by R square. ഈ ഇക്വേഷനും അതും ഒരേപോലെയാണ്, പക്ഷേ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. ഇത് ഒരു പോയിന്റ് ചാർജ്, ഈ പോയിന്റിൽ ഈ കാണിച്ചിരിക്കുന്ന ഡോട്ടിലെ മൊത്തം ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. ഒരു സിംഗിൾ ബോഡിയുടെ ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. ഒരു സിംഗിൾ ചാർജ് ക്യാപിറ്റൽ ക്യൂവിൽ വെച്ച് അതിൽ നിന്നും R ഡിസ്റ്റൻസ് ദൂരത്തിലുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ ഏത് ഇക്വേഷനാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലത്തെ ഒരു ഇക്വേഷനാണ് ഒരു പോയിന്റിൽ ചാർജ് കിടക്കുന്നതിന് പകരം ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ ചാർജുകൾ എല്ലാം കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിലും ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഷെല്ലിന്റെ മുകളിലത്തെ ചാർജുകൾ വ്യത്യസ്ത പോയിന്റുകളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ പോലും അവയെല്ലാം കൂടെ ആ ഷെല്ലിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരമാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഷെല്ലിന്റെ സെന്ററിൽ അവയെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മാത്തമാറ്റിക്കലി ഈ രണ്ട് ഇക്വേഷനുകളും തമ്മിലുള്ള സിമിലാരിറ്റി സജസ്റ്റ് ദാറ്റ് even though charge is spread over the entire surface of the shell, the total charge behaves as if it were concentrated at the center of the shell. ഈ ഷെല്ലിന്റെ സെൻട്രലിൽ ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെയാണ് പെരുമാറുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഈ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇതിനകത്ത്
ഇത് ഈ രൂപത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്യാനുള്ള ആൾക്കാരൊന്നും ക്യാൻസൽ ചെയ്യാതിരുന്നത്. ഇനി നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, 4π ക്യാൻസൽ ചെയ്യാണ്ട് 4π ക്യാൻസൽ ചെയ്യാണ്ട് ഇനി ബാക്കി എന്താ വരിക? therefore magnitude of E is equal to sigma into r squared divided by sigma into r squared divided by epsilon 0 into small r squared. ഇങ്ങനൊരു കോമ്പാക്ട് ഫോമും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി what will happen to this equation if the point P is on the surface of the shell, charged conducting shell. ചാർജ്ഡ് കണ്ടക്ടിംഗ് ഷെല്ലിന്റെ സർഫസിലാണ് പോയിന്റ് പി കിടക്കുന്നതെങ്കിൽ, ഇതിന് പകരം ഇവിടെയാണ് പോയിന്റ് പി കിടക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്നുമില്ല, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഇക്വേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ മതി. നമുക്ക് ആദ്യം ഇത് നോക്കാം. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇപ്പോൾ നേരത്തെ പോയിന്റ് പുറത്ത് കിടക്കുന്ന പോയിന്റ് പിയിലേക്കുള്ള ദൂരമായിരുന്നു r എന്ന് പറയുന്നത്. ഇപ്പോൾ പോയിന്റ് പി സർഫസിലാണ് കിടക്കുന്നത്. അപ്പോൾ സർഫസ് കിടക്കുകയാണെങ്കിൽ പോയിന്റ് പിയിലേക്ക് സെന്ററിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാപിറ്റൽ R തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ സ്മോൾ ആറിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ R കൊടുക്കുക. So the equation for electric field at a point on the surface of the shell becomes magnitude of vector E equal to sigma into capital R squared divided by epsilon 0 into small r squared എന്ന് പറയും capital R squared കൊടുക്കുക. R squared ക്യാൻസൽ ചെയ്തു, that is equal to sigma divided by epsilon 0. ഇനി അതല്ല, ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ magnitude of E is equal to 1/4π epsilon 0 into Q, total charge on the surface of the shell, Q divided by small r എന്ന് പറയും ക്യാപിറ്റൽ R കൊടുക്കുക. സോ ക്യാപിറ്റൽ R squared. ഈ രണ്ട് ഇക്വേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, now what will be the electric field if point P is inside the spherical shell? Point P spherical shellന്റെ ഉള്ളിലായിരുന്നു. പോയിന്റ് P സർഫസിന്റെ പുറത്തായിരുന്നെങ്കിൽ സിറ്റുവേഷൻ നമുക്ക് കിട്ടി, സർഫസിന്റെ മുകളിലായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ കിട്ടി. വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ? ഈ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഉള്ളിലൊരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് വരുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് പോയിന്റ് പി എന്ന് വിചാരിക്കുക. ഈ ഉള്ളിൽ പോയിന്റ് പി ഷെല്ലിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുക. വി കൺസ്ട്രക്ട് എ കോൺസെൻട്രിക് സ്ഫിയർ, ദ സർഫസ് ഓഫ് വിച്ച് പാസസ് ത്രൂ പോയിന്റ് പി. പോയിന്റ് പിയിലൂടെ പോയിന്റ് പി ആ കോൺസെൻട്രിക് സ്ഫിയറിന്റെ സർഫസിൽ വരത്തക്ക രീതിയിലുള്ളൊരു ചെറിയ സ്ഫിയർ ഇമാജിൻ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ സ്മോൾ ആർ എന്ന് വിചാരിക്കുക. അഗെയിൻ നേരത്തെ വാല്യൂ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇപ്പോഴും അത് തന്നെയാണ്, ഔട്ടർ സ്ഫിയറിന്റെ റേഡിയസ് ഇത് തന്നെയാണ്. ഇനി പോയിന്റ് പിയിലുള്ള ഒരു ചെറിയ സർഫസ് ഇമാജിൻ ചെയ്യുക. ആ സർഫസിലുള്ള ഏരിയ എലിമെന്റ് ഡി, നേരത്തെ നമ്മൾ വരച്ച പോലെ സർഫസിലുള്ള ഏരിയ എലിമെന്റ്, സർഫസ് പുറത്തേക്കാണ് ആക്ട് ചെയ്യുക, സർഫസിലുള്ള ഏരിയ എലിമെന്റ് വെക്ടർ ഡി എസ് ആണെന്ന് വിചാരിക്കുക. പോയിന്റ് പിയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ തൽക്കാലം അതിന്റെ ഡയറക്ഷൻ ഒന്നും വരയ്ക്കുന്നില്ല, നേരിട്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇവാലുവേറ്റ് ചെയ്യുന്ന വരും. ഇവിടെ നമ്മൾ നേരിട്ട് ഗോസസ് ലോ ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണെന്ന് നമുക്കറിയാം. വേർ ക്യൂ ഇസ് എ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് ആണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഉള്ളിൽ ഈ ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല, ചാർജ് പുറത്തേ ഉള്ളൂ, പുറത്ത് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ക്യൂവിന്റെ വാല്യൂ ഈ കേസിൽ 0 ആണ്. ദിസ് ഗോസിയൻ സർഫസ് എൻക്ലോസസ് നോ ചാർജ് and therefore Q is equal to 0, which means that closed integral E dot ds is equal to 0. Closed integral E dot ds equal to 0. Whatever may be the angle between vector E and vector ds, vector E ക്കും vector ds നുള്ള ഇടയിൽ ആംഗിൾ എത്രയായി കഴിഞ്ഞാലും ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് E is equal to 0. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ds 0 അല്ല. ഈ ചെറിയ ഏരിയ എലിമെന്റ് 0 അല്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് is equal to 0, which means that take any point inside the spherical shell. Spherical shell ഉള്ളിലത്തെ ഏത് പോയിന്റ് വേണമെങ്കിലും എടുത്തോളൂ. അത് ഇവിടുത്തെ പോയിന്റ് ആവും, ഇവിടുത്തെ പോയിന്റ് ആവും, ഇവിടുത്തെ പോയിന്റ് ആവും, എവിടെ വേണമെങ്കിലും ആവാം, അതിൻ്റെ ഉള്ളിലത്തെ എവിടെ വേണമെങ്കിലും ആവാം, ഇൻക്ലൂഡിങ് സെന്റർ ആവാം. അവിടെയൊക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. വേറെ ഇതിൽ പറഞ്ഞാൽ ഒരു കണ്ടക്ടിങ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല. അതിന്റെ സർഫസിലും ഉണ്ട്, പുറത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക്, അതിന്റെ സ്വന്തം ബോഡിയുടെ ഉള്ളിലേക്ക് ഈ മെറ്റാലിക് ഷെല്ല് കടത്തി വിടുന്നില്ല എന്നർത്ഥം. ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ, ഇപ്പൊ നമ്മൾ സോളിഡ് കണ്ടക്ടർ അല്ല എടുത്തിരിക്കുന്നത്, ഉൾവശം ക്യാവിറ്റി അല്ല,
കാലിയായി കിടക്കുന്ന ഒരു കണ്ടക്ടറാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കേസിലാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തെങ്കിൽ പോലും ഈ എക്സ്പ്ലനേഷൻ ഇതേപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള സ്ഫിയറിന്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോളിഡ് ആയിട്ടുള്ള സ്ഫിയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കോപ്പറിന്റെ സ്ഫിയർ ആണെങ്കിൽ ഉള്ളിലും കോപ്പർ, ഉള്ളിൽ എയറോ വാക്വമോ ഒന്നല്ല, ഉള്ളിലും കോപ്പർ. അങ്ങനത്തെ കേസിലും നമുക്ക് ഇത് ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്പെറിക്കൽ ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ഒരു ഇറഗുലർ ഏത് ഷേപ്പായാലും. ഇപ്പൊ നമ്മളൊരു ക്യൂബ് ഇറഗുലർ ഷേപ്പാണ്, റെഗുലർ ഷേപ്പാണ്, ക്യൂബിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ മെറ്റാലിക് ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് എവർ മേ ബി ദ ഷേപ്പ് ഓഫ് ദ മെറ്റാലിക് ഓർ കണ്ടക്ടിങ് ബോഡി, അതിന്റെ ഷേപ്പ് എന്തോ ആയിക്കോട്ടെ, വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ 0 ആണ്. അപ്പം ഇങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മളതിനെ കാലിയായിട്ട് കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മളതിനെ ക്യാവിറ്റി എന്ന് പറയും. ക്യാവിറ്റി അല്ലെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോകുന്ന പ്രതിഭാസത്തിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ചാൽ എന്താ? തടസ്സപ്പെടുത്തുക. എന്തിനെ തടസ്സപ്പെടുത്തുന്നു? ഉള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്രവേശിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. So what is electrostatic shielding എന്ന് വെച്ചാൽ the phenomenon in which electric field inside a metallic cavity becomes 0 is called electrostatic shielding. അപ്പോൾ ഇതുകൊണ്ടുള്ള ഇത് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില പ്രായോഗിക സിറ്റുവേഷനുകളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ മിന്നലടിക്കുന്ന സമയത്ത് ഒരു കാറ് നിർത്തിയിട്ട് പുറത്തിറങ്ങി നിൽക്കണമോ അതോ കാറിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണോ സൗകര്യം? മിന്നലടിക്കുന്ന സമയത്ത് കാറിന്റെ ഉള്ളിലിരിക്കുന്നതാണ് സൗകര്യം. എന്താണെന്ന് വെച്ചാൽ കാറ് കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ കൊണ്ട് കവർ ചെയ്യപ്പെട്ടതല്ലെങ്കിൽ പോലും കാറിന്റെ ഭൂരിഭാഗവും മെറ്റൽ കൊണ്ട് കവർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മളൊരു മെറ്റാലിക് ക്യാവിറ്റിക്കകത്ത്, ഒരു പാർഷ്യൽ മെറ്റാലിക് ക്യാവിറ്റിക്കകത്ത് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലേക്ക് മിന്നൽ എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കാറിന്റെ കാറിന്റെ ഉപരിതലം പറയാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് കാറാണെങ്കിൽ മിന്നൽ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ മെറ്റാലിക് ക്യാവിറ്റിക്ക് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് വരാൻ പറ്റില്ല, മെറ്റൽ അതിനെ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ മിന്നലേൽക്കുന്നതിൽ നിന്നും സുരക്ഷിതരായിരിക്കും. അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഏറ്റു കഴിഞ്ഞാൽ കേടാവാൻ സാധ്യതയുള്ള ഒരു ഉപകരണമൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അതിനെ ഒരു മെറ്റൽ ബോക്സിനകത്ത്, ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണത്തിന് ഇൻസ്ട്രുമെന്റിന് ഒരു മെറ്റൽ ബോക്സിനകത്ത് ഇട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം മെറ്റൽ ബോക്സിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒന്നും തന്നെ ആ ബോക്സിനകത്തേക്ക് കയറില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളെല്ലാം. ഓക്കെ.